ലോഗോസ് ക്വിസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിലെ 25 ചോദ്യോത്തരങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ ആരംഭിക്കാം. ചോദ്യം 1. 9-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്ത്? ഉത്തരം: അപ്പസ്തോലന്മാരെ അയക്കുന്നു. ചോദ്യം 2. യേശു 12 അപ്പസ്തോലന്മാരെ എന്തിനാണ് അയച്ചത്? ഉത്തരം: ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി. ചോദ്യം 3. എത്ര വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: 50 വീതം. ചോദ്യം 4. നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് ആരാണ് മറുപടി പറഞ്ഞത്? ഉത്തരം: പത്രോസ്. ചോദ്യം 5. എന്തു കാണുന്നതിനു മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്നാണ് പറഞ്ഞത്? ഉത്തരം: ദൈവരാജ്യം. ചോദ്യം 6. ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ എന്ന് സ്വരം കേട്ടത് എവിടെ നിന്ന്? ഉത്തരം: മേഘത്തിൽ നിന്ന്. ചോദ്യം 7. ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ യേശു എവിടേക്ക് പോകാനാണ് ഉറച്ചത്? ഉത്തരം: ജെറുസലേമിലേക്ക്. ചോദ്യം 8. കർത്താവ് എത്ര പേരെ തെരഞ്ഞെടുത്താണ് എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും അയച്ചത്? ഉത്തരം: 72 പേരെ. ചോദ്യം 9. ഏത് നഗരങ്ങൾക്കാണ് ദുരിതം എന്ന് പറയുന്നത്? ഉത്തരം: കൊറാസീൻ, ബേത്സയിദ. ചോദ്യം 10. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാനുള്ള അധികാരം ആർക്കാണ് യേശു നൽകിയത്? ഉത്തരം: 72 പേർക്ക്. ചോദ്യം 11. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്ന് യേശു എങ്ങനെയാണ് പറഞ്ഞത്? ഉത്തരം: പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച്. ചോദ്യം 12. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആരാണ് ചോദിച്ചത്? ഉത്തരം: ഒരു നിയമജ്ഞൻ. ചോദ്യം 13. ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നത് ആരാണ്? ഉത്തരം: അശുദ്ധാത്മാവ്. ചോദ്യം 14. ആരുടെ വിജ്ഞാനം ശ്രവിക്കാനാണ് ദക്ഷിണദേശത്തെ രാജ്ഞി ഭൂമിയുടെ അതിർത്തിയിൽ നിന്നു വന്നത്? ഉത്തരം: സോളമൻ്റെ വിജ്ഞാനം. ചോദ്യം 15. ആരാണ് വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നത്? ഉത്തരം: നിയമജ്ഞർ. ചോദ്യം 16. ആരുടെ കാപഢ്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളാനാണ് യേശു പറഞ്ഞത്? ഉത്തരം: ഫരിസേയരുടെ. ചോദ്യം 17. പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും വരുന്നത് ആര്? ഉത്തരം: യജമാനൻ. ചോദ്യം 18. എവിടെയുള്ള ഗോപുരമാണ് ഇടിഞ്ഞു വീണ് 18 പേർ കൊല്ലപ്പെട്ടത്? ഉത്തരം: സീലോഹായിൽ. ചോദ്യം 19. യേശു ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് ആരാണ് സന്തോഷിച്ചത്? ഉത്തരം: ജനക്കൂട്ടം മുഴുവൻ. ചോദ്യം 20. ഫരിസേയർ യേശുവിനെ ആര് കൊല്ലാൻ ഒരുങ്ങുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം: ഹേറോദേസ്. ചോദ്യം 21. വിരുന്നിനു ക്ഷണിക്കുമ്പോൾ എവിടെയാണ് ഇരിക്കേണ്ടത്? ഉത്തരം: അവസാന സ്ഥാനത്ത്.
ചോദ്യം 22. പെരുവഴിയിലും ഇടവഴിയിലും ചെന്ന് വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കാൻ പറഞ്ഞത് ആരോടാണ്? ഉത്തരം യജമാനൻ ദാസനോട്. ചോദ്യം 23. പിതാവ് ദാസരോട് പുത്രനെ എന്തു ധരിപ്പിക്കാനാണ് പറഞ്ഞത്? ഉത്തരം മേൽത്തരം വസ്ത്രം. ചോദ്യം 24. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് നികൃഷ്ടമായിരിക്കുന്നത് എവിടെ? ഉത്തരം ദൈവദൃഷ്ടിയിൽ. ചോദ്യം 25. ധനികൻ്റെ സഹോദരന്മാർക്ക് ആര് സാക്ഷ്യം നൽകട്ടെ എന്നാണ് പറഞ്ഞത്? ഉത്തരം ലാസർ. വീണ്ടും കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.